നിയമസഭയിൽ സർക്കാർ മറുപടി പറയേണ്ട ചോദ്യലിസ്റ്റിൽ നിന്നും വിവാദ വിഷയങ്ങൾ ഒഴിവാക്കിയെന്ന പ്രതിപക്ഷം. ADGP RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ, കാഫി സ്ക്രീൻഷോട്ട് വിഷയങ്ങളിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായി നൽകിയ 49 നോട്ടീസുകൾ നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ സഭ തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന് ഒരുപാട് ആയുധങ്ങളുണ്ട് ആവരാഴിയിൽ. പക്ഷേ ആയുധങ്ങൾ നിർജ്ജീവമാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇപ്പോൾ സ്പീക്കർക്ക് നൽകിയ കത്തിൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, സഭാതലത്തെ ചൂടുപിടിപ്പിക്കേണ്ട സുപ്രധാന വിഷയങ്ങളിലാണ് ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട്, പൂരം കലക്കൽ, ADGP RSS കൂടിക്കാഴ്ച, ഒപ്പം തന്നെ ഈ മാമി തിരോധാനം തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സഭാതലത്തിൽ ഉന്നയിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുപ്രധാന വിഷയങ്ങൾ സംബന്ധിച്ച 49 ചോദ്യങ്ങളാണ് സ്റ്റാർഡ് വിഭാഗത്തിൽ നിന്ന് അൺസ്റ്റാർഡ് വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. സ്റ്റാർഡ് വിഭാഗം എന്നാൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ, അതിന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും സഭാതലത്തിൽ തന്നെ മറുപടി പറയണം. എന്നാൽ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകിയാൽ മതി. അങ്ങനെ സുപ്രധാന വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ, നിർണായകമായ വിഷയങ്ങൾ, സംസ്ഥാന പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളിലെ ചോദ്യങ്ങളാണ് ഇപ്പോൾ സഭാതലത്തിൽ മറുപടി പറയേണ്ടാത്ത ചോദ്യങ്ങളാക്കി. ഇപ്പോൾ PC വിശ്വനാഥ് പറഞ്ഞല്ലോ, നിയമസഭാ സെക്രട്ടേറിയറ്റ് എടുക്കേണ്ട നിഷ്പക്ഷ നിലപാട്, അതിൽ നിന്നും വ്യത്യസ്തമായ സമീപനം എടുക്കുന്നു. പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ തന്നെ അതിന്റെ സ്റ്റാർ മാറ്റിക്കൊണ്ട് എഴുതി നൽകിയാൽ മതി, പിന്നീട് മറുപടി നൽകാവുന്ന രൂപത്തിലേക്ക് അതിനെ ചുരുക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇനി എന്താണ് ഒരു സാധ്യതയുള്ളത്? പ്രതിപക്ഷം ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു. 7-ാം തീയതി, അതായത് തിങ്കളാഴ്ച ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ സ്റ്റാർഡ് വിഭാഗത്തിൽ നിന്ന് നക്ഷത്ര ചിഹ്നം ഇടുന്ന വിഭാഗത്തിൽ നിന്ന് നക്ഷത്ര ചിഹ്നം ഇടാത്ത വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ഇനി കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. അക്കാര്യത്തിൽ സ്പീക്കറാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. സ്പീക്കറുടെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. സാധാരണ ഇത്തരത്തിൽ സഭാതലത്തിൽ ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ അംഗങ്ങൾ എഴുതി നൽകുമ്പോൾ അത് ഒഴിവാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ ബന്ധപ്പെട്ട സാമാജികരോട് തേടാൻ നിയമസഭാ സെക്രട്ടറി എല്ലാ കാലവും തയ്യാറാകുമായിരുന്നു. അത്തരത്തിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നിയമസഭാ സെക്രട്ടറി എല്ലാ കാലവും കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ അതുണ്ടായില്ല. ഈ 49 ചോദ്യങ്ങൾ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ, പൂരം കലക്കൽ വിഷയത്തിൽ, ADGP RSS കൂടിക്കാഴ്ച വിഷയത്തിൽ ഒന്നും ഇത്തരത്തിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ വിഭാഗത്തിലേക്ക് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ മാറ്റുമ്പോൾ ഒരു വിശദീകരണം തേടാൻ പോലും തയ്യാറായില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ നിയമസഭാ സെക്രട്ടറിനെ അവർക്കൊരു മാർഗനിർദ്ദേശം നൽകാൻ സ്പീക്കർ തയ്യാറായില്ല. ഇതെല്ലാം സഭയുടെ ചരിത്രത്തിൽ മുൻപുണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള നടപടികളാണ് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് സ്പീക്കർ AN ഷംസീർ സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കാനായി വാർത്താസമ്മേളനം വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലാണ്. സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നു. മറിച്ചൊരു നിലപാടിലേക്ക് സ്പീക്കർ എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇടവേള.